രാജ്യം നടുങ്ങിയൊരു വിമാന ദുരന്തം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ പതിറ്റാണ്ടിലെ ഏറ്റവും വലിയൊരു അപകടം. മരണനിരക്ക് 290 പിന്നിട്ടിരിക്കുന്നു. അഹമ്മദാബാദിൽ എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തെക്കുറിച്ച് വിശദമായ രീതിയിൽ നമുക്കൊന്ന് പരിശോധിക്കാം. ബാക്ക് ടു എഫ് വേൾഡ് ഓഫ് ലുഹിയ. ഒരുപാട് സ്വപ്നങ്ങളുമായി ലണ്ടനിലേക്ക് പറന്നുയർന്ന 242 ആളുകളിൽ 241 ആളുകളും മരണപ്പെട്ടിരിക്കുന്നു. സങ്കടകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും മരണപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അവരുടെ കുടുംബത്തിൻ്റെ ഒക്കെ തന്നെയും വേദനകളിൽ സങ്കടങ്ങൾ പങ്കുചേരുന്നു. എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ ഇന്റർനാഷണൽ വിമാനത്താവളത്തിൽ നിന്നും ലണ്ടനിലെ ഗാത്വിക്കിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുപ്പുകളെല്ലാം നടത്തിയ എയർ ഇന്ത്യയുടെ AI-171 വിമാനം അഥവാ ബോയിങ് 7878 ഡ്രീം ലൈനർ വിമാനമാണ് ഇത്തരം വലിയൊരു അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ഇന്നലെ ജൂൺ 12 തീയതി ഉച്ചയ്ക്ക് 1:39 കൂടിയിട്ട് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് എല്ലാവിധ അനുമതികളും ലഭിച്ചതിന് ശേഷം ഈ വിമാനം ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചുയരുകയായിരുന്നു. ഈ ഒരു വിമാനത്തിൽ അപ്പോഴുണ്ടായിരുന്നത് 2 പൈലറ്റും 10 ക്രൂവും 230 പാസഞ്ചേഴ്സും ഉൾപ്പെടെ ആകെ മൊത്തം 242 ആളുകളായിരുന്നു. ഇനി ഈ ആളുകളുടെ കാര്യം തന്നെ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ 53 ബ്രിട്ടീഷുകാരും ഒരു കനേഡിയൻ സിറ്റിസനും 7 പോർച്ചുഗീസുകാരും ബാക്കി ഇന്ത്യക്കാരുമായിട്ടുള്ള ഇന്ത്യൻ പൗരന്മാരുമാണ് ഉണ്ടായിരുന്നത്. അനുമതികളെല്ലാം ലഭിച്ചതിന് ശേഷം വിമാനം തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിച്ചുയരുകയാണ്. വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 പൈലറ്റുമാർ തന്നെയാണ് ഈ ഒരു വിമാനത്തെ നിയന്ത്രിച്ചിട്ടുണ്ടായിരുന്നത്. വിമാനം അത്തരത്തിൽ റൺവേയുടെ മുഴുവൻ ദൂരവും ഉപയോഗിക്കുന്നതിന് മുൻപേ തന്നെ പറന്നുയരുന്നുണ്ട്. എന്നാൽ പറന്നുയർന്ന് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ പൈലറ്റുമാരിൽ നിന്ന് എയർ ട്രാഫിക് കൺട്രോളിലേക്ക് മെയ്ഡേ സന്ദേശം ലഭിക്കുകയാണ്. നമുക്കറിയാം മെയ്ഡേ സന്ദേശം, മെയ്ഡേ അലേർട്ട് ഉപയോഗിക്കുന്നത് അത്രയും എക്സ്ട്രീംലി ഡേഞ്ചറസ് ആയിട്ടുള്ള വളരെയധികം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവസരങ്ങളാണ്. പൈലറ്റുമാർ അറിയിച്ചിട്ടുണ്ടായിരുന്നത് നോ ത്രസ്റ്റ്, പ്ലെയിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്നൊരു കാര്യമായിരുന്നു. പിന്നെയും ഈ ഒരു വിമാനത്തെ ബന്ധപ്പെടാൻ വേണ്ടി നിരന്തരമായിട്ട് എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് കഴിയാതെ പോവുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള ഏതാനും ചുരുങ്ങിയ സെക്കൻഡുകൾക്കുള്ളിൽ വലിയ വേഗതയിൽ തന്നെ വിമാനം താഴേക്ക് പതിക്കുകയാണ്. വിമാനം നേരെ ചെന്ന് പതിച്ചത് മെലാനി നഗറിലെ BJ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ UG ഹോസ്റ്റലിന് മുകളിലായിരുന്നു. അത് ഒരു ജനവാസ മേഖലയിൽ തന്നെയാണ് ഈ ഒരു വിമാനം നേരെ ചെന്ന് പതിച്ചിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോകളൊക്കെ തന്നെയും നിങ്ങളും കണ്ടിട്ടുണ്ടാകും, നിങ്ങളുടെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ടാകും. പിന്നീട് അങ്ങോട്ട് വലിയൊരു സ്ഫോടനം തന്നെ അവിടെ അരങ്ങേറുന്നുണ്ട്. അതിൽ പെട്ടുകൊണ്ട് വിമാനത്തിലുണ്ടായിരുന്ന ആളുകളും അതോടൊപ്പം തന്നെ അവിടെ ആ ഒരു വിമാനം പതിച്ച സ്ഥലത്തുള്ള പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ, ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന സ്റ്റുഡൻസ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകളും വെന്ത് മരിക്കുന്ന കാഴ്ചകളാണ് പിന്നീട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. അതുമായി ബന്ധപ്പെട്ട വീഡിയോകളൊക്കെ തന്നെയും എക്സിലാണെങ്കിലും മറ്റു സാമൂഹ്യ മാധ്യമങ്ങളിലാണെങ്കിലും വലിയ തോതിൽ തന്നെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ആളുകളൊക്കെ തന്നെയും കത്തിക്കരിഞ്ഞ അവസ്ഥയിൽ കിടക്കുന്ന രീതിയിലുള്ള ആ വീഡിയോകൾ നമ്മളേവരെയും വലിയ തോതിൽ തന്നെ വേദനിപ്പിച്ച ഒന്ന് തന്നെയാണ്. അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് ഒരു ദീർഘദൂര യാത്ര തന്നെ ഈ വിമാനത്തിന് മുന്നിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആവശ്യത്തിലധികം ഫ്യൂവൽ എല്ലാം തന്നെ വഹിച്ചുകൊണ്ടാണ് ഈ വിമാനം യാത്ര ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ ഏവിയേഷൻ ഫ്യൂല് ഹൈലി ഇൻഫ്ലേമബിൾ ആണ്. അത് തന്നെയാണ് ഇത്രയും വലിയൊരു സ്ഫോടനത്തിനും ഒരുപാടധികം ആളുകളെ പൂർണ്ണമായിട്ടും കത്തിക്കരിക്കുന്ന അവസ്ഥയിലേക്കെല്ലാം തന്നെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. ഇനി ഇവിടെ ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്ട്സ്, ഇതിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട മരണനിരക്കുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ മുമ്പ് പരാമർശിച്ചു 242 ആളുകളാണ് ക്രൂവും പൈലറ്റും പാസഞ്ചേഴ്സും ഉൾപ്പെടെ ഈ ഒരു വിമാനത്തിലുണ്ടായിരുന്നത്. അതിൽ ഒരേ ഒരാൾ മാത്രമാണ് ജീവനോടുകൂടെ രക്ഷപ്പെട്ടത്. ബാക്കിയുള്ള 241 ആളുകളും മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പക്ഷേ ഈ രക്ഷപ്പെട്ട വ്യക്തിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വിശ്വാസ് കുമാർ റൂമേഷ് എന്ന് പറയുന്ന 40 വയസ്സുകാരനാണ് അത്ഭുതകരമായ രീതിയിൽ, എന്താ പറയുക, നമുക്കൊരു മാനുഷികമായ അത്ഭുതകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു രക്ഷപ്പെടൽ തന്നെയാണ് അദ്ദേഹത്തിന് സംഭവിച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ എല്ലായിടത്തും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പുനർജന്മമാണ് എന്നൊരു കാര്യമാണ്. ഒരു വിമാനത്തിൻ്റെ 11A എന്ന് പറയുന്ന സീറ്റിലാണ് അദ്ദേഹം ഇരുന്നിട്ടുണ്ടായിരുന്നത്. അതായത് എമർജൻസി എക്സിറ്റിൻ്റെ തൊട്ട് സൈഡിലായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സീറ്റ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. വിമാനം തകർന്ന് വീഴാൻ പോകുന്നു എന്നൊരു അവസരത്തിൽ അദ്ദേഹം ഈ ഒരു എമർജൻസി ഡോർ ഓപ്പൺ ചെയ്ത് അതിലൂടെ പുറത്ത് ചാടിയെന്നും അതുപോലെ തന്നെ വിമാനം തകർന്ന് വീഴുന്ന അവസരത്തിൽ ഇയാൾ തെറിച്ചു പോയതാണ് എന്ന് തുടങ്ങിയിട്ടുള്ള പല വാദങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു ഡെഡ്ലി ആയിട്ടുള്ളൊരു വിമാനാപകടം സംഭവിച്ചിട്ട് അതിൽ നിന്ന് ഇദ്ദേഹം മാത്രം രക്ഷപ്പെട്ട് റോഡിലൂടെ ഹോസ്പിറ്റലിലേക്കുള്ള അയാളുടെ നടത്തമൊക്കെ, യാത്രയൊക്കെ നമുക്ക് സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ തന്നെ വൈറലായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അയാളുടെ ഒരു ആയുസിൻ്റെ ബലം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്.
അല്ലെങ്കിൽ അയാളുടെ മരണം എത്തിയിട്ടുണ്ടാവില്ല എന്നൊക്കെ പറയും. അയാൾ മാത്രം രക്ഷപ്പെടുക എന്നൊക്കെ പറയുമ്പോൾ വളരെയധികം അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും ഈ വിമാനാപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനകത്തുണ്ടായിരുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ ഒരുപാടുണ്ടാകും. കൃത്യമായിട്ട് വിമാനം എന്താണ് അതിനകത്ത് സംഭവിച്ചത്, എന്താണ് അദ്ദേഹത്തിന് നേരിട്ടുണ്ടായിരുന്ന കാര്യം തീർച്ചയായിട്ടും അദ്ദേഹത്തിൽ നിന്ന് വൈകാതെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ബാക്കിയുള്ള ആളുകളെ കുറിച്ച് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ മുൻ ഗുജറാത്തിലെ CM ആയിട്ടുണ്ടായിരുന്ന വിജയ് റുപാനി എന്ന് പറയുന്ന വ്യക്തി ഈ ഒരു വിമാനത്തിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന് മരണം സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു മലയാളി കൂടെ ഈ ഒരു വിമാനത്തിലുണ്ടായിരുന്നു. തിരുവല്ല സ്വദേശിനിയായിട്ടുള്ള രഞ്ജിത ഗോപകുമാർ നായർ എന്ന സ്ത്രീയാണ്, ലണ്ടനിലെ നേഴ്സായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീയാണ് ഈ ഒരു വിമാനാപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ദീർഘകാലം ഒമാൻ ആരോഗ്യ മന്ത്രാലയത്തിൽ നേഴ്സായിട്ട് ജോലി ചെയ്ത് അതിനുശേഷം ലണ്ടനിൽ ജോലി ലഭിച്ച് ഇപ്പോൾ നാട്ടിലെ ലീവിൽ ഗവൺമെൻറ് സർവീസിൽ അവരുണ്ട്. അപ്പോൾ അതിൽ ലീവ് പുതുക്കാൻ മറ്റുമൊക്കെ ആയിട്ട് നാട്ടിലേക്ക് എത്തി തിരിച്ചു പോകുന്ന വഴിക്കാണ് അവർക്ക് ഇത്തരത്തിലുള്ളൊരു അപകടം സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു വിമാനാപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുവരെ ലഭിച്ച കണക്കുകൾ പ്രകാരം 290 ആളുകൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിലുള്ള ഓരോരുത്തരും ഒരുപാടധികം പ്രതീക്ഷകളോടുകൂടി അവരുടെ ജീവിതം മുന്നോട്ടേക്ക് തള്ളി നീക്കിയിട്ടുണ്ടായിരുന്ന വ്യക്തികളായിരുന്നു. മാത്രമല്ല ബാക്കിയുള്ള 290 എന്ന് പറയുമ്പോൾ ബാക്കി ഏറെക്കുറെ 49ഓളം വരുന്ന പ്രദേശവാസികളായിട്ടുള്ള ആളുകൾ ഈ ഒരു മെഡിക്കൽ കോളേജിലെ UG വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ ഉൾപ്പെടുന്നുണ്ട്. ഉച്ചയ്ക്ക് 1:30 എന്ന് പറയുമ്പോൾ ലഞ്ച് ടൈമാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഹോസ്റ്റലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവരുടെ തലക്ക് മുകളിലേക്ക്, അവരുടെ ഒരു ബിൽഡിങ്ങിന് മുകളിലേക്ക് ഈ ഒരു വലിയ വിമാനം വന്ന് പതിക്കുന്നതും വലിയൊരു സ്ഫോടനം തന്നെ അവിടെ അരങ്ങേറുന്നതൊക്കെ. നിരവധി ആളുകൾ ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഏതായാലും ചികിത്സയിലാണ്. ഒരുപക്ഷെ മരണനിരക്ക് ഇനിയും കൂടാനുള്ള സാധ്യതകളും അവിടെയുണ്ട്. ഇവിടെ നമ്മൾ വലിയ തോതിൽ തന്നെ നമ്മൾ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം, ഒരു വിമാനത്തിലുണ്ടായിരുന്ന ഒരാളൊഴികെ ബാക്കി എല്ലാവരും മരണപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ വിമാനം അത്രയ്ക്ക് സേഫ് അല്ലേ? വിമാനത്തിൽ ഇത്തരം വലിയ അപകടങ്ങൾ സംഭവിക്കുമെന്ന് തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള എല്ലാ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളെയും അപേക്ഷിച്ചുകൊണ്ട് വിമാന അപകടങ്ങൾ വളരെയധികം കുറവാണ്. അതായത് 8,80,000 വിമാനങ്ങൾ സർവീസ് നടത്തുമ്പോൾ അതിൽ ഒരെണ്ണത്തിന് മാത്രമേ അപകടത്തിൽ പെടാനായിട്ടുള്ള സാധ്യതകളുള്ളൂ. പക്ഷേ ഈ അപകടത്തിൻ്റെ തീവ്രതകൾ എപ്പോഴും കൂടുതലായിരിക്കും എന്നുള്ളതാണ് വിമാനാപകടത്തിൻ്റെ മറ്റൊരു സവിശേഷതയായിട്ട് കാണാൻ സാധിക്കുന്നത്. അതിൽ തന്നെ 1990 മുതൽ നമ്മൾ ഇങ്ങോട്ട് പരിശോധിച്ച് നോക്കുമ്പോൾ ഈ കാലത്തിനിടയ്ക്ക് വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും മരണപ്പെട്ട രീതിയിലുള്ള 9 വിമാനാപകടങ്ങളാണ് നമ്മുടെ ലോകത്ത് സംഭവിച്ചിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും നമുക്കറിയുന്നത് പോലെ എയർ ഇന്ത്യ ഇപ്പോൾ ടാറ്റയുടെ അണ്ടറിലാണ്. ഇത്തരം ഒരു വലിയ അപകടം സംഭവിച്ച ഉടനെ തന്നെ 3 വലിയ സുപ്രധാനമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ അവർ നടത്തിയിട്ടുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് അപകടത്തിൽ മരണപ്പെട്ട ആളുകളുടെ എല്ലാം കുടുംബത്തിന് ഓരോ കോടി രൂപ വീതം അവർ നൽകുന്നതായിരിക്കും. രണ്ടാമതായിട്ട് അപകടത്തിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്ന എല്ലാവരുടെയും ചികിത്സാ ചെലവുകൾ ടാറ്റ വഹിക്കുന്നതായിരിക്കും. മൂന്നാമതായിട്ട് ഈ ഒരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ്ങിനെ റീബിൽഡ് ചെയ്യുന്നതായിരിക്കും. തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഇത്തരത്തിലൊരു വലിയ അപകടം സംഭവിച്ചു എന്ന് പറയുമ്പോൾ അടുത്തായിട്ട് നമ്മളൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് ഇത്തരം ഒരു അപകടം സംഭവിച്ചു? എയർ ഇന്ത്യയുടെ വിമാനം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് പലതരത്തിലുള്ള ചിന്തകൾ ഓൾറെഡി കയറി വരാറുണ്ട്. അപ്പം ഇവിടെ ഈ ഒരു വിമാനത്തിൻ്റെ കാര്യത്തിൽ എന്താണ് ഉണ്ടായത്? ഇവിടെ പൈലറ്റുമാരുടെ എക്സ്പീരിയൻസിൻ്റെ കുറവാണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് എടുത്ത് പരിശോധിച്ച് നോക്കാം. വിശദമായിട്ട് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങളൊക്കെ തന്നെയും പുറത്ത് വരേണ്ടതായിട്ടുണ്ട്. ബ്ലാക്ക് ബോക്സ് ഒക്കെ ഇതിനോടകം തന്നെ കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. വൈകാതെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ, കൃത്യമായിട്ടുള്ള വിശദാംശങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇവിടെ നിലവിലൊരു അനുമാനങ്ങൾ നമ്മൾ നടത്തുകയാണെങ്കിൽ പൈലറ്റുമാരുമായി ബന്ധപ്പെട്ട കാര്യം തന്നെ നമുക്ക് ആദ്യമായിട്ട് എടുക്കാം. ഈ ഒരു വിമാനത്തിലുണ്ടായിരുന്ന ക്യാപ്റ്റൻ എന്ന് പറയുന്നത് സുനിത് സുബ്രവൽ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഏറെക്കുറെ 8200 ഫ്ലൈറ്റ് അവേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. പൈലറ്റുമാരുടെ എക്സ്പീരിയൻസ് നമ്മൾ പറയുന്നത് ഇത്തരത്തിൽ അവരുടെ ഫ്ലൈയിങ് അവേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എത്രത്തോളം മണിക്കൂറുകൾ അവർ വിമാനം പറത്തിയിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ടാണ്. അപ്പം 8200 മണിക്കൂർ എന്നൊക്കെ പറയുന്നത് വലിയൊരു സമയം തന്നെയാണ്, വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അടുത്തതായിട്ട് ഫസ്റ്റ് ഓഫീസറായിട്ടുണ്ടായിരുന്നത് ക്ലീവ് കുന്ദർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഏറെക്കുറെ 3000-ലധികം ഫ്ലൈയിങ് അവേഴ്സ് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള 2 പൈലറ്റുമാർ തന്നെയാണ് ഈ ഒരു വിമാനം ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം ഒരു അപകടത്തെ ഒഴിവാക്കാൻ സാധിക്കുമോ എന്നൊക്കെ നമ്മൾ നോക്കുമ്പോൾ മുമ്പ് നമുക്ക് കരിപ്പൂരിൽ സംഭവിച്ചിട്ടുണ്ടായിരുന്ന വിമാനാപകടത്തിൽ അവിടെ പൈലറ്റിൻ്റെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുള്ള ചെറിയൊരു അശ്രദ്ധ തന്നെയാണ് അവിടെ ഒരു വലിയ വിഷയത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ തന്നെയായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഈ ഒരു അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോഴേ ഈ ഒരു ഭാഗം നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഏതായാലും സാധിക്കുകയുള്ളൂ. അടുത്തതായിട്ട്
വലിയ തോതിൽ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോലും ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഈ ഒരു വിമാനത്തിൻ്റെ പഴക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. വിമാനത്തിന് ഓൾറെഡി വ്യത്യസ്ത കംപ്ലൈൻറ്റുകൾ ഉണ്ടായിരുന്നു എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അതിലേക്ക് ആളുകളെ, ഇത്തരം ഒരു ചർച്ചയിലേക്ക് ആളുകളെ നയിക്കാൻ ഒരു വലിയ കാരണമായിട്ടുള്ളത്, ഈ ഒരു വിമാനത്തിൽ ഡൽഹിയിൽ നിന്ന് അഹമ്മദാബാദിലേക്ക് ഈ ഒരു അപകടം സംഭവിക്കുന്നതിന് ഏറെക്കുറെ 2 മണിക്കൂറുകൾക്ക് മുമ്പേ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തി, ആകാശ് വത്സ എന്ന് പറയുന്ന വ്യക്തി, അയാളുടെ ട്വിറ്റർ ഹാൻഡിൽ, എക്സ് ഹാൻഡിൽ വിമാനവുമായി ബന്ധപ്പെട്ട ചില വീഡിയോകൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. വിമാനത്തിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അതിൻ്റെ ടച്ച് ഒന്നും വർക്ക് ചെയ്യുന്നില്ല, അതിലുള്ള സ്വിച്ചുകളൊന്നും തന്നെ, കൺട്രോളറിൻ്റെ സ്വിച്ചുകളൊന്നും വർക്ക് ചെയ്യുന്നില്ല, വിമാനത്തിൻ്റെ AC സംവിധാനം പ്രവർത്തിക്കുന്നില്ല. അതിൻ്റെ ഭാഗമായിട്ട് ആളുകൾ AC ഓൺ ചെയ്യാനൊക്കെ ശ്രമിക്കുന്നതായിട്ടുള്ള കാഴ്ചകൾ ആ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ വിമാനത്തിലുണ്ടായിരുന്ന മാഗസിനുകൾ, ബ്രോഷേഴ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ ചൂട് കുറക്കാൻ വേണ്ടിയിട്ട് വീശിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയും കാണുമ്പോൾ ഒരു പഴയ ഒരു തട്ടിക്കൂട്ട് വിമാനത്തിലാണോ ഇത്തരം ഒരു യാത്ര, അതൊരു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്കുള്ള ഒരു യാത്രയ്ക്ക് ഈ ഒരു വിമാനം തയ്യാറെടുത്തിരുന്നത്, വിമാനത്തിന് പഴക്കമുണ്ടോ എന്ന് തുടങ്ങിയിട്ടുള്ള വലിയ തോതിലുള്ള ചർച്ചകളും ഇതോടൊപ്പം തന്നെ അരങ്ങേറുന്നുണ്ട്. നമുക്ക് ആ ഒരു കാര്യത്തെക്കുറിച്ചും വിശദമായിട്ടൊന്ന് പരിശോധിക്കാം. ഈ ഒരു വിമാനം എന്ന് പറയുന്നത് എയർ ഇന്ത്യയുടെ 171 എന്ന് പറയുന്ന വിമാനം ബോയിങ്ങിൻ്റെ 7878 ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട ഒരു വിമാനമാണ്. 2011 ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഒക്കെ തന്നെ നടക്കുന്നത്. അതിനുശേഷം 2012 ഈ ഒരു വിമാനം എയർ ഇന്ത്യയുടെ ഭാഗമായിട്ട് വരുന്നത്. മാത്രമല്ല ബോയിങ് 787 വിഭാഗത്തിൽപ്പെടുന്ന ആദ്യ 20 വിമാനങ്ങളിൽപ്പെട്ട ഒരു വിമാനം കൂടിയാണ് എയർ ഇന്ത്യയുടെ ഈ 171 എന്ന് പറയുന്ന ഈ ഒരു വിമാനം. ഇനി ഈ വിമാനത്തിൻ്റെ പഴക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ വിമാനത്തിൻ്റെ ഫ്ലൈയിങ് അവേഴ്സിൻ്റെ കാര്യത്തിൽ ഏറെക്കുറെ 1 ലക്ഷത്തോളം ഫ്ലൈയിങ് അവേഴ്സൊക്കെയാണ് ഈ ഒരു വിമാനത്തിൻ്റെ ഒരു ആയുസ്സായിട്ട് കണക്കാക്കുന്നത്. അല്ലെങ്കിൽ അത് വർഷത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് പറയുകയാണെങ്കിൽ അറൗണ്ട് ഒരു 40 വർഷമൊക്കെയാണ് ഒരു വിമാനത്തെ പൂർണ്ണമായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആ വിമാനത്തിൻ്റെ ആദ്യത്തെ 25 മുതൽ 30 വരെയുള്ള വർഷങ്ങൾ സർവീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും, ആളുകളെ ട്രാൻസ്പോർട്ടേഷൻ സർവീസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നീട് 30 മുതൽ 40 വരെയുള്ള വർഷക്കാലം കാർഗോ പാർസൽ സർവീസുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒക്കെ ആയിരിക്കും ഈ ഒരു വിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്തു വരുന്നത്. ഇവിടെ ഈ ഒരു വിമാനത്തിൻ്റെ പഴക്കം നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ 12 വർഷം മാത്രമാണ് ഈ ഒരു വിമാനത്തിൻ്റെ പഴക്കമുള്ളത്. അപ്പോൾ വിമാനത്തിൻ്റെ പഴക്കം എന്ന് പറയുന്നത് വലിയൊരു വിഷയമായിട്ട് ഇവിടെ വരുന്നില്ല. പക്ഷെ നമുക്ക് അതിൻ്റെ മെയിൻ്റനൻസിൻ്റെ കാര്യത്തിൽ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടായിരുന്നു, മെയിൻ്റനൻസ് എത്രത്തോളം പ്രോപ്പർ ആയിരുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ നമുക്ക് സംശയങ്ങൾ നമ്മൾ ഓരോരുത്തരുടെയും മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു കാര്യമായിട്ട് ഏതായാലും ഇവിടെ അവശേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് ഇത്തരം ഒരു അപകടം സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന, ഇന്ന് വലിയ തോതിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ കാണാൻ സാധിക്കുന്ന ചില അനുമാനങ്ങളിൽ ഒന്നാമതായിട്ട് വരുന്നത് എൻജിൻ ഫെയിലിയർ ആണ്. പ്രത്യേകിച്ച് പൈലറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം നോ ത്രസ്റ്റ് എൻജിൻ നോട്ട് ടേക്കിംഗ് ലിഫ്റ്റ് എന്ന് പറയുന്ന കാര്യമാണ്. അപ്പം ത്രസ്റ്റ് കിട്ടുന്നില്ല എന്നതിനർത്ഥം എൻജിൻ എന്തോ തകരാറ് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ്. അപ്പം ഒരുപക്ഷെ എൻജിൻ തകരാറ് കാരണം തന്നെയാകാം ഇത്തരം ഒരു വലിയ അപകടത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അവിടെയും മറ്റൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഈ ഒരു എൻജിൻ തകരാറിലായി, എന്താണ് അവിടെ സംഭവിച്ചത്, എൻജിന് എന്തെങ്കിലും മുമ്പേ ഉള്ള എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടായിരുന്നോ എന്ന് തുടങ്ങിയിട്ടുള്ള ചോദ്യങ്ങൾ അവിടെയും ഉയർന്നു വരുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ടുള്ള വലിയ തോതിൽ നിന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഒരു വിഷയം ഇൻകറക്റ്റ് ടേക്ക് ഓഫ് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. അപ്പോൾ വിമാനത്തിൻ്റെ ഫ്ലാപ്പിലൊക്കെ വന്നിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് ഒരുപക്ഷെ സംഭവിച്ചതായിരിക്കാം എന്ന് തുടങ്ങിയിട്ടുള്ള ചർച്ചകളും നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക്, നമുക്ക് ഈ ഇന്റർനെറ്റിലെ അനുമാനങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് ബോക്സിൽ നിന്നുള്ള വിവരങ്ങൾ പരിശോധിച്ചാൽ മതി. കംപ്ലീറ്റ് ആയിട്ടുള്ള ഡാറ്റകൾ നമുക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ വേഗം തന്നെ 1-2 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമുക്ക് അത്തരം കൂടുതൽ വിശദാംശങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ആ ഒരു സമയത്ത് ഈ ഒരു വലിയ അപകടവുമായി ബന്ധപ്പെട്ട് ആരുടെ ഭാഗത്താണ് പിഴവ് സംഭവിച്ചിട്ടുള്ളത്, എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന കാര്യത്തെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോസോട് അതിൻ്റെയാണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇതിൽ ഞാൻ എന്തെങ്കിലും ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ വലിയൊരു അപകടം, രാജ്യം കണ്ട വലിയൊരു അപകടം തന്നെ അരങ്ങേറിയിരിക്കുന്നു. മരണപ്പെട്ട ആളുകളുടെ കുടുംബത്തോടൊപ്പം അവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുന്നു, ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.